കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സ്വർണ്ണനാണ്യ പദ്ധതിയുടെ വിജയത്തിൽ ബാങ്കിംഗ് മേഖലയിൽ ആശങ്ക. പദ്ധതി ഹ്രസ്വകാല നിക്ഷേപകരെ ആകർഷിക്കില്ലെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള ഹ്രസ്വകാല നിക്ഷേപം, 5 വർഷം മുതൽ 7 വർഷം വരെയുള്ള മിഡ് ടൈം നിക്ഷേപം, 12 വർഷം മുതൽ 15 വർഷം വരെയുള്ള ദീർഘകാല നിക്ഷേപം എന്നിങ്ങനെയാണ് സ്വർണ്ണനാണ്യ പദ്ധതിയിൽ ബാങ്കുകൾക്ക് നിക്ഷേപം സ്വീകരിക്കാനാവുക. ഇതിൽ മിഡ് ടൈം ദീർഘകാല നിക്ഷേപങ്ങൾ സർക്കാർ വായ്പയായാണ് കണക്കാക്കുക. ഇവയുടെ പലിശ നിരക്ക് RBIയുമായി ആലോചിച്ച് സർക്കാർ തീരുമാനിക്കും. ഹ്രസ്വകാല നിക്ഷേപത്തിന് ബാങ്കുകളാണ് പലിശ നിശ്ചയിക്കുക. കൈകാര്യ സംരക്ഷണ ചെലവുകൾ പരിഗണിക്കുമ്പോൾ ഹ്രസ്വകാല നിക്ഷേപത്തിന് 1 മുതൽ 2% വരെ പലിശയെ നൽകാനാവൂ എന്ന് ബാങ്കുകൾ പറയുന്നു. ചെറിയ അളവ് സ്വർണം പരിശോധിക്കുന്നതും ഉരുക്കുന്നതും ബാങ്കുകളെ സംബന്ധിച്ച് ലാഭകരമാവില്ല. 1999-ൽ SBI ഇത്തരമൊരു പദ്ധതി തുടങ്ങിയിരുന്നെങ്കിലും വിജയമായില്ല. 16 വർഷം കൊണ്ട് 16 ടൺ സ്വർണം മാത്രമാണ് SBI പദ്ധതിക്ക് ആകർഷിക്കാനായത്. വലിയ പരസ്യ പ്രചാരണത്തിലൂടെയേ സ്വർണ്ണനാണ്യ പദ്ധതി ജനകീയമാക്കാനാവൂ എന്ന് ബാങ്കിംഗ് രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. സ്വർണ്ണ ഇറക്കുമതി കുറച്ച് വ്യാപാര കമ്മി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ സ്വർണ്ണനാണ്യ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് TV ന്യൂസ്. ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ജെയിംസ് ജോസ് ചെമ്മന്നൂർ ഗോൾഡ്, ശ്രീ KA വർഗീസ് CGM ഫെഡറൽ ബാങ്ക്, സാമ്പത്തിക വിദഗ്ധൻ മാർട്ടിൻ പാട്രിക് എന്നിവരാണ്. ആദ്യം ശ്രീ KA വർഗീസ്, വലിയ പദ്ധതി എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാണ് സ്വർണ്ണ നിക്ഷേപ പദ്ധതി. ബാങ്കുകൾക്ക് ഈ പദ്ധതിയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ആശങ്ക, അതായത് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയയിൽ അല്ല, മറിച്ച് ഇത് എത്രത്തോളം വിജയകരമാകും എന്നത് സംബന്ധിച്ച് നിലവിലുണ്ടോ? ഈ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം എന്നുള്ള സ്കീം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2015 ഈ ഒക്ടോബർ മാസത്തിൽ ആ സ്കീം പുറത്തിറക്കി. ആ സ്കീം അനുസരിച്ച് അത് എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നുള്ള ഡേറ്റ് ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടില്ല. ഈ പദ്ധതി പ്രകാരം വ്യക്തികൾക്കും അതുപോലെ തന്നെ ജോയിൻ്റ് അക്കൗണ്ടായിട്ടും അതുപോലെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കും കമ്പനിക്കും ഒക്കെ ഇതിൽ നിക്ഷേപം നടത്താനുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ ട്രസ്റ്റിനും കമ്പനികൾക്കും ഇതിൽ നിക്ഷേപം നടത്താം. പക്ഷേ ഇതിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പലരും ഗോൾഡ് സൂക്ഷിച്ചിരിക്കുന്നത് ആഭരണങ്ങളായിട്ടാണ്. പ്രൈമറി ഗോൾഡായിട്ട് സൂക്ഷിച്ചതാണെങ്കിൽ പിന്നീട് രണ്ടാമത് അത് ഉരുക്കേണ്ടതോ ഒന്നും വരില്ല, അങ്ങനെ ലോസ് വരില്ല. പക്ഷേ ഈ ഗോൾഡ് ഓർണമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഉരുക്കി വീണ്ടും ബാറായിട്ട് മാറ്റേണ്ടി വരും. അങ്ങനെ ആ പ്രക്രിയ വരുമ്പോൾ അതിൽ കുറച്ച് നഷ്ടങ്ങൾ അവർക്ക് വരും. അവർക്ക് തിരിച്ച് കാലാവധി കഴിയുമ്പോൾ അവർക്ക് തിരിച്ച് കിട്ടുന്നതും ഒന്നുകിൽ അതിന് തത്തുല്യം പലിശയും മുതലും കൂടി തത്തുല്യമായി ഇന്ത്യൻ റുപ്പിയിലുള്ള രൂപയിലോ അല്ലെങ്കിൽ ഗോൾഡായിട്ട് തന്നെ അവർക്ക് അത് തിരിച്ചെടുക്കുവാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ അങ്ങനെ ഈ വരുന്ന ലോസ് കവർ ചെയ്യുവാനുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കുകൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ച് ഇതുവരെയും ഒരു തീരുമാനം ആയിട്ടില്ല. ഇതിൽ 3 തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഹ്രസ്വകാല നിക്ഷേപങ്ങളും മിഡ് സെഗ്മെൻറ്റിലേക്കും അല്ലെങ്കിൽ ലോങ് ടൈമിലേക്കും. ഹ്രസ്വകാല നിക്ഷേപം എന്ന് പറയുന്നത് 1 വർഷം മുതൽ 3 വർഷം വരെയും, മിഡ് ടൈമിലേക്കുള്ളത് 5 വർഷം മുതൽ 7 വർഷം വരെയും, ലോങ് ടൈമിലേക്കുള്ളത് 12 വർഷം മുതൽ 15 വർഷം വരെയുമുള്ള നിക്ഷേപങ്ങളാണ്. ലോങ് ടൈമിലേക്കാക്കുമ്പോൾ കുറച്ചൊക്കെ പലിശയും വെച്ച് ചിലപ്പോൾ പക്ഷേ ഇത് ഒരു നന്നായിരിക്കാം. ഈ ആഭരണങ്ങൾ ഒരുക്കുമ്പോൾ 2 കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സെൻറ്റിമെൻ്റൽ വാല്യൂ ഈ ആഭരണങ്ങളെ സംബന്ധിച്ചുണ്ടാകാം. അപ്പോൾ തിരിച്ചു കിട്ടുന്നത് കൊടുത്ത ആഭരണമല്ല എന്നുള്ളതും ഇത് ഉരുക്കുമ്പോൾ വരുന്നതായ നഷ്ടവും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുമോ എന്നുള്ള ആശങ്ക ഉള്ളതുകൊണ്ടും ഇപ്പോൾ നിലവിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം എന്ന സ്കീം 1999 ഉള്ള സ്കീമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ആ സ്കീം ഒട്ടും തന്നെ അട്രാക്റ്റീവ് ആയില്ല. പിന്നെ ഈ സ്കീമിൽ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമിൽ കൂടുതലായിട്ട് ഇനി അട്രാക്റ്റ് ചെയ്യാൻ പറ്റുക കൂടുതലും ഈ ട്രസ്റ്റുകളൊക്കെ അമ്പലങ്ങളുമൊക്കെ ഉള്ള ഭീമമായ സ്വർണ്ണ നിക്ഷേപമുള്ള അവരിത് ഉരുക്കി സൂക്ഷിക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ സൂക്ഷിക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ടില്ല. അതേസമയം തന്നെ അതിന് കുറച്ചെങ്കിലും പലിശ ലഭിക്കും എന്നുള്ളത് ഒരു ഗുണകരമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഇറക്കുമതി പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഗോൾഡ് സൂക്ഷിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നിക്ഷേപിക്കുന്നവർക്കാണെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം വരുന്നുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. അത് ഇതിലും കൂടുതൽ അട്രാക്റ്റീവാണ്. കാരണം അത് വാങ്ങിക്കുമ്പോൾ തന്നെ ഗോൾഡ് ബോണ്ടായിട്ടാണ് വാങ്ങിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള നഷ്ടങ്ങളില്ല. അത് ഉരുക്കി
വീണ്ടും സ്വർണ്ണമാക്കി മാറ്റേണ്ട ഒരു നഷ്ടമില്ല. ഇതിൽ ഇങ്ങനെയുള്ളൊരു നഷ്ടം ഉള്ളതുകൊണ്ട് എത്ര പേര് ഇതിന് മുന്നോട്ട് വരും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഭയാശങ്കകളുണ്ട്. റൈറ്റ്. ശ്രീ ജെയിംസ് ജോസ്, സ്വാഭാവികമായി ഇവിടെ ഏറ്റവും സുപ്രധാനമായി എടുത്തു പറയേണ്ട ഒന്ന്, നിലവിലെ സ്വർണം അത് നിക്ഷേപമാക്കി മാറ്റുമ്പോഴുണ്ടാകുന്ന അവസ്ഥ, അത് വർഗീസ് സാറ് വളരെ കൃത്യമായി പറയുന്നു. ഉരുക്കി ബാറാക്കി മാറ്റിയ ശേഷമാണ് ഈ സ്വർണം നിക്ഷേപമായി കരുതാൻ പോകുന്നത്. അവിടെയാണ് ഈ പദ്ധതിയെ സംബന്ധിച്ച് ചില ആശങ്ക ഉണ്ടാകുന്നത്. സാധാരണ നിലയിൽ താങ്കൾക്ക് വളരെ അറിയാവുന്നതായിരിക്കണം, ഏത് നിലയിലാണ് സ്വർണം ആളുകൾ വാങ്ങിക്കുന്നത്? ആഭരണം എന്ന നിലയിലല്ലേ? അങ്ങനെ വാങ്ങിക്കുന്ന സ്വർണം ഈ നിലയിൽ ഉരുക്കി ബാറാക്കി മാറ്റി നിക്ഷേപ പദ്ധതിയിലേക്ക് ഏൽപ്പിക്കുക എന്നത് അത്ര പ്രായോഗികമാണോ? ഗവൺമെൻറ്റിൻ്റെ വിവിധ സർവേകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പൊതുജനങ്ങളുടെ ഏതാണ്ട് 20,000 ടണ്ണോളം സ്വർണം നിക്ഷേപമായിട്ടുണ്ട് എന്നാണ്. ആ 20,000 ടണ്ണ്, അതായത് ഏകദേശം എല്ലാ വർഷവും 1000 ടണ്ണോളം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനകത്ത് 30% ബിസ്ക്കറ്റും കോയിനുമായിട്ടാണ് ഇമ്പോർട്ട് നടക്കുന്നത്. അതായത് നമ്മുടെ ഇവിടെയുള്ള 20,000 ടണ്ണിൻ്റെ 30% ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കോയിൻ അല്ലെ അത്തരത്തിലുള്ള മെൽറ്റ് ചെയ്താൽ നഷ്ടം വരില്ല, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് ഉള്ള കാര്യങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് യാതൊരുവിധ സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ്സും ഇല്ല. അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ആൾക്കാർ പഴയ കാലത്ത് കഴിഞ്ഞ 3 വർഷം മുമ്പ് വരെ ഒരു വർഷം ശരാശരി 15 മുതൽ 20% വരെ സ്വർണ്ണത്തിന് വിലവർധന ഉണ്ടായിരുന്നു. ആ വിലവർധനവിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ആൾക്കാർ വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ ഗവൺമെൻറ് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു വർഷം ഈ ടോട്ടൽ 20,000 ടണ്ണിൻ്റെ 1%, അതായത് 200 ടണ്ണ് കളക്ട് ചെയ്യാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ആ 200 ടണ്ണ് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു 3-ാം വർഷം മുതൽ, ആദ്യത്തെ വർഷം ഒരുപക്ഷെ 20 ടണ്ണേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നുള്ളൂ. 3-ാമത്തെ വർഷം മുതലെങ്കിലും 200 ടണ്ണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അത് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ആൾക്കാർ കരുതി വെച്ചിട്ടുള്ള സ്വർണ്ണങ്ങളാണ്. മറ്റൊരു 1/3 സ്വർണം ഡെയിലി ആവശ്യത്തിനും ഇടയ്ക്കിടയ്ക്ക് പല ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഗോൾഡാണ്. അത് എന്ത് പലിശ നമ്മൾ കൊടുത്താലും ആൾക്കാരത് ഡെപ്പോസിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, കാരണം അതിന് ആഭരണത്തിൻ്റെ രൂപം നഷ്ടപ്പെടും. മറ്റൊരു 1/3 നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് പഴയ ബ്രോക്കൺ ഐറ്റംസ് അല്ലെങ്കിൽ ആൻസസ്ട്രലായിട്ട് ഇന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത ആഭരണങ്ങളാണ്. അതും ഒരു നല്ല കോമ്പൻസേഷൻ, അതായത് ഒരു 3 to 4% അല്ലെങ്കിൽ ഒരു 3% എങ്കിലും കൊടുത്താൽ അതും കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ് ഇനീഷ്യലായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഈ 1% 200 ടൺ ടാർഗറ്റ് ചെയ്യുന്നത് ബിസ്ക്കറ്റ്സും കോയിനുമായിട്ടുള്ളതാണ്. അത് മാർക്കറ്റിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം 2% റിട്ടേൺ കിട്ടിയാൽ പോലും അത് ലാഭകരമാണ് എല്ലാവർക്കും എന്നുള്ളതാണ് കണക്ക്. പക്ഷേ അതായത് ഈ 20,000 ടൺ ഇപ്പോൾ നിലവിൽ ഉണ്ട് സ്വർണ്ണശേഖരം എന്ന തരത്തിലാണ് വിവിധ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ കയ്യിൽ. അതിൽ കൂടുതലായും വ്യക്തികളുടെ കയ്യിൽ എന്ന നിലയിലേക്ക് വിലയിരുത്തേണ്ടി വരില്ലേ? ആഭരണം എന്ന നിലയിൽ അടക്കം ശേഖരിച്ചിട്ടുള്ളവ അവിടെ ഒരു പക്ഷേ ഇനി വാങ്ങുന്ന സ്വർണം ഒരു നിക്ഷേപം എന്ന നിലയിലേക്ക് വരാം. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള സ്വർണം അത് ബാറാക്കി മാറ്റി ഒരു ശേഖരത്തിലേക്ക് എന്ന തരത്തിൽ താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ? ഈ നിലവിലുള്ള 20,000 ടണ്ണിൻ്റെ 30% ബാറും ബിസ്ക്കറ്റുമായിട്ടാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ള 70%-ൽ 30% സ്വർണം ഉപയോഗശൂന്യമായത് അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. അത് ഒക്കെ അതിന് ഒരു 10 നമുക്ക് ഉരുക്കി കളയുമ്പോൾ ഒരു 10% അതിൻ്റെ പണിക്കൂലി അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിൽ നഷ്ടമുണ്ടാവും പല രീതിയിലുള്ള. ആ 10% നഷ്ടം സഹിച്ചാലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഉള്ള സ്വർണ്ണമാണ് ആ ഒരു 30%. അതൊരു ലോങ് ടേം അട്രാക്റ്റീവ് റിട്ടേൺസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഗവൺമെൻറ് കണക്കൂട്ടൽ. ശ്രീ മാർട്ടിൻ പാട്രിക്, ഇവിടെ ഉണ്ടാകുന്നൊരു സംശയം, നിലവിൽ 20,000 ടൺ ഏതാണ്ട് 5 ലക്ഷം കോടിയിലധികം രൂപയുടെ സ്വർണ്ണമാണ് ഇരിക്കുന്നത്. അതിൽ 30% ആഭരണം എന്ന നിലയിലല്ല, ബാക്കി 70% ആഭരണം എന്ന നിലയിലാണ്. അതിനുണ്ടാകുന്ന പണിക്കൂലി വളരെ കൃത്യമാണ്. സ്വർണം 20,000 രൂപ ഒരു പവൻ സ്വർണത്തിന് വിലയുള്ളപ്പോൾ പലപ്പോഴും അത് ഒരു ഉപഭോക്താവ് സ്വർണ്ണക്കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പണിക്കൂലി എന്ന നിലയിൽ കൂടി ഏതാണ്ട് 2,000 രൂപയോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ ഒക്കെ 14% വരെ പണിക്കൂലി നൽകേണ്ട പശ്ചാത്തലമുണ്ട്. അങ്ങനെ കരുതുന്ന സ്വർണം ഇപ്പോൾ നിക്ഷേപം എന്ന നിലയിലേക്ക് മാറ്റുന്നതിനും ആ രീതിയിൽ ബാങ്കുകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഈ ആഭരണമായി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ആഭരണമായി ശേഖരിക്കുകയോ ചെയ്യുന്നവർ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ തയ്യാറാകുമോ? ഇത് ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ സ്വർണ്ണ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ധനവ്യവസ്ഥയുമായിട്ട് ഇണക്കുക എന്ന ലക്ഷ്യത്തിലാണ്. അതൊരു പിന്നീട് പുതിയ സാമ്പത്തിക പരിപ്രേക്ഷ്യത്തിനകത്ത് നിന്ന് നമുക്കതിനെ വിശകലനം ചെയ്യാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഒരു അസറ്റാണ്, ഒരു ആസ്തി എന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് പണം പോലെ വ്യവഹാരം ചെയ്യുന്ന ഒരു വസ്തുവാക്കി ഇത് മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തിൽ ധനവ്യവസ്ഥയുമായിട്ട് ഇണക്കി ഇതൊരു ധന ഉപകരണമാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലാണ് ഇത് ചെയ്യുന്നത്.
തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം കാത്തിരുന്ന് കാണണം. ഇപ്പോൾ 20,000 ടൺ സ്വർണ്ണമുണ്ടോ എന്നുള്ളത് ഏകദേശ കണക്കാണ്. അതിന് പുറത്ത് വരാം, അതിൽ കുറവ് വരാം. 30% കണക്കിൽ ആധികാരികതയൊന്നുമില്ല. അത് അങ്ങനെ ഒരു പറച്ചിലുണ്ടോ എന്നല്ലാതെ അതിന് കൃത്യമായിട്ടുള്ള ആധികാരികതയൊന്നുമില്ല. സൗകര്യം പോലെ പറയുന്ന ഒരു കണക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എവിടെ നിന്ന് കിട്ടി ഈ 30% എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. അതിന് ഉത്തരവൊന്നുമില്ല. അപ്പോൾ ഈ 30% ആയിരുന്നാലും 40% ആയിരുന്നാലും തീർച്ചയായിട്ടും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ പണിക്കൂലി എന്ന് പറയുന്നത് ഇപ്പോൾ ഗോൾഡ് ജുവലേഴ്സിൻ്റെ അടുത്ത് കൊണ്ട് തിരിച്ചു കൊടുത്താലും നമുക്ക് കിട്ടില്ല. അതെ, പണിക്കൂലി കിട്ടാത്ത സാഹചര്യത്തിൽ അതിവിടെ ഒരു വസ്തുവായിട്ട് കടന്നു വരുന്നില്ല. മറിച്ച് മറ്റു പല കാര്യങ്ങളുമാണ് ഇതിനകത്ത് കടന്നു വരുന്നത്. ഒന്ന്, ഈ പിന്നീട് ഉരുക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം തന്നെയാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഇതിനു മുമ്പ് ഈ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ ഞാനന്ന് 3 കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒന്ന്, ഈ ഗോൾഡിൻ്റെ പ്യൂരിഫിക്കേഷൻ, 2 അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ, 3 അതിൻ്റെ സർട്ടിഫിക്കേഷൻ. ഇത് 3 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇതൊരു വയബിൾ മോഡലായിട്ട് മാറുകയുള്ളൂ. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഈ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് കാര്യമായ യാതൊരുവിധ പുരോഗതിയും ഈ പിന്നീട് പുതിയ ഡ്രാഫ്റ്റിൽ ഉണ്ടായിട്ടില്ല. ഡ്രാഫ്റ്റ് പരിശോധിച്ചപ്പോൾ നമുക്കൊന്നും പുതുതായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അത് എത്ര കണ്ടിട്ട് ഈ പറഞ്ഞ കണക്ക് ഇതിൻ്റെ പിന്നീട് സർട്ടിഫിക്കേഷൻ, പ്യൂരിഫിക്കേഷനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു മിനിമം 30 ഗ്രാം ആണ് ഇതിനകത്ത് വെക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഫൈൻനെസ് എന്ന് പറഞ്ഞാൽ 995 ആണ്. അത്രയും ഫൈൻനെസ് ഉള്ള ഗോൾഡാണ് ഇവിടെ സ്വീകരിക്കുക. എനിക്ക് വലിയ സംശയമുണ്ട്, ഇത്രയും ഫൈൻനെസ് ഉള്ള ഗോൾഡാണോ നമ്മുടെ കയ്യിൽ ഇരിക്കുക എന്നുള്ള. അതിന് കൂടുതൽ ഉത്തരം പറയാൻ കഴിയുന്നത് നമുക്ക് ജുവലറിയിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തി തന്നെയാണ്. ബാങ്കുകാർക്കും പറയാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷൻസിലേക്ക് ഇതിലൊക്കെ വലിയ സംശയങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പിന്നീട് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഇതിൻ്റെ പ്യൂരിഫിക്കേഷൻ ടെസ്റ്റിംഗ് സെൻറ്ററുകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 350. എനിക്ക് മോഡലിൻ്റെ വയബിലിറ്റിയിലാണ്. കാരണം ആളുകൾ സ്വർണം കൊണ്ടുവരാൻ 30% എങ്കിലും സ്വർണം കൊണ്ടുവരാൻ തയ്യാറായിരുന്നാലും ഈ മോഡലിൻ്റെ ഒരു വയബിലിറ്റി, അതിനെ പിന്നീട് സ്വീകരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഒരുക്കി വെച്ചിട്ടാണോ ഇത് നമ്മൾ ചെയ്യുന്നത്? അത്ര ഒരു പിന്നീട് സ്റ്റോറേജ് സംവിധാനം, ഒരു ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ്, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആണോ, ലഭ്യമാണോ എന്നുള്ളതാണ്. മൊത്തം 350 ഹോൾമാർക്ക് സെൻറ്റേഴ്സാണ് പറയുന്നത്. അതിൽ തന്നെ ഇനി ലൈസൻസിന് അപ്ലൈ ചെയ്ത് എത്ര പേർക്ക് കിട്ടും എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഈ 350 ഹോൾമാർക്ക് സെൻറ്റർ കൊണ്ടിട്ട് മിക്കവാറും എനിക്ക് തോന്നുന്ന ഒരു ആളുകൾ 30% ഈ സ്വർണവുമായിട്ട് ആളുകൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നാൽ, നിക്ഷേപിക്കാൻ വന്നാൽ ഒരു ലോങ് ക്യൂ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മളെ മെനക്കെടുത്തലിന് വരുമ്പോൾ തന്നെ ആളുകളൊക്കെ തന്നെ ഇതിൽ നിന്ന് പുറന്നോട്ട് പോകും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മളെന്ന് പറയുന്നത് ഇതൊരു വളരെ നല്ല ചിന്തയാണ്. ഈ ചിന്ത എന്ത് ചെയ്യണം? ശ്രീ ജെയിംസ് സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ പരിപാടി നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നീട് ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം 1999 നടപ്പിലാക്കി. പിന്നെ നമുക്ക് തന്നെ ഗോൾഡ് മെറ്റൽ ലോൺ സ്കീമുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു സമന്വയമാണ് ഈ സാധനം. ഇപ്പോഴും നമ്മൾ പറയുന്ന ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം. അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടെ വെച്ചിട്ട് പിന്നീട് നിർത്താതെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും 3 വർഷം കൊണ്ട് ശരിയാവുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. പോട്ടെ, ഒരു 5 കൊല്ലം കഴിഞ്ഞ് ശരിയായാൽ മതി, അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞെങ്കിലും ശരിയാകുന്ന രീതിയിലേക്ക് പോയാൽ ഇത് ആശാവകമായ ഒരു രീതിയായിരിക്കും. ഈ അടുത്ത കാലത്തെങ്ങും ഇതിൽ നിന്നിട്ട് ഗോൾഡിൽ ഉദ്ദേശിക്കുന്ന കണക്ക് ഇതിൻ്റെ വേറൊരു വശമുണ്ട്. ഇത് കംപ്ലീറ്റ് ഡിസ്ക്ലോസ് ചെയ്യണം. നമുക്ക് ഈ പിന്നീട് ഞാൻ എല്ലാ കോയിനും എല്ലാ ബാറും എങ്ങനെ എനിക്കിത് കിട്ടിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒക്കെ കാര്യങ്ങളുടെ പ്രശ്നം വരും. അപ്പോൾ ഇതിൻ്റെ സുതാര്യതയുമായിട്ട് ബന്ധപ്പെട്ട് ഗോൾഡ് ശേഖരിക്കുന്നവരുടെ എല്ലാ സുതാര്യത നമുക്കറിയാം. അപ്പോൾ ആ സുതാര്യതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വരും. KYC നോംസ് പ്രകാരമാണ് ഇതെല്ലാം തന്നെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ കൂടുതൽ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മൾ കള്ളപ്പണം വെള്ളപ്പണമാക്കുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ കടന്നു വരിക. വളരെ എളുപ്പം ആളുകൾ വരില്ല. ശ്രീ വർഗീസ് സാർ, ഇവിടെ ഉണ്ടാകുന്ന സംശയം, അതായത് ഈ പ്രോസസ്സിംഗ് എന്നത് ഉൾപ്പെടെ ഈ ബാറാക്കി മാറ്റുക, അതിൻ്റെ ശുദ്ധീകരണം, അതിൻ്റെ പ്യൂരിഫിക്കേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നിജപ്പെടുത്തി തയ്യാറാക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ബാങ്കിങ് സംവിധാനത്തിൽ സ്വാഭാവികമായും ഒരു ബാങ്കിന് അതിൻ്റെ ജീവനക്കാരുടെ ഘടനയുണ്ട്. അതുമൊക്കെയായി തട്ടിച്ചു നോക്കുമ്പോഴും അത്രമേൽ എളുപ്പമാണോ കാര്യങ്ങൾ? ഈ ടെസ്റ്റിംഗ് നടത്തുന്നത് ബാങ്കിലല്ല, അത് ഇതിൻ്റെ പ്യൂരിഫിക്കേഷൻ സർട്ടിഫൈ ചെയ്യുന്ന ഏജൻസിയും അതുപോലെ കളക്ഷൻ ആൻഡ് ഈ
വെരിഫിക്കേഷൻ ടെസ്റ്റിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക സെൻറ്റർ ബിസിനസ് BIS സർട്ടിഫൈ ചെയ്ത സ്ഥാപനങ്ങളെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏൽപ്പിക്കാൻ പോകുന്നത്. അതായത് അവിടെ ചെന്ന് ഉപഭോക്താവ് തന്നെ ചെയ്യുന്ന ഉപഭോക്താവിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഉപഭോക്താവിന് ഒന്നുകിൽ ഈ നോട്ടിഫൈഡ് ബ്രാഞ്ചസ് പോയിട്ട് ബാങ്കിൻ്റെ ബ്രാഞ്ചസിൽ പോയിട്ട് ഇത് ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന CPTC എന്ന് പറയുന്ന സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അവർക്കത് കൊടുക്കാം. അപ്പോൾ ഏത് രീതിയിലായാലും അത് കഴിഞ്ഞ് അത് ഉരുക്കി അതിൻ്റെ ക്വാളിറ്റി സർട്ടിഫൈ ചെയ്ത് വരുന്നുള്ള കാലപരിധികൾ, അതിനാണ് 30 ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ 30 ദിവസം വരെ ഇതിന് പലിശ ലഭിക്കുകയില്ല. അതിനുശേഷമുള്ള കാലാവധിക്കാണ് ഈ നിക്ഷേപത്തിന് പലിശ ലഭിക്കുക. അതുകൊണ്ട് അതിൽ ബാങ്കിന് ഒരു വലിയ ആശങ്കയില്ല. പിന്നെ മിസ്റ്റർ മാർട്ടിൻ സൂചിപ്പിച്ചതുപോലെ, അതുപോലെ തന്നെ മിസ്റ്റർ ജെയിംസ് ജോസഫ് സൂചിപ്പിച്ചു, 30% ഗോൾഡ് പ്രൈമറി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ബാങ്കിങ് സെക്ടറിലേക്ക് വരുവാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊരു ഇഷ്യൂ ഉള്ളത്, ഇതിൽ അത് എത്രമാത്രം ഈ വൈറ്റ് മണി കൊണ്ട് മേടിച്ച ഗോൾഡ്, ഈ പ്രൈമറി ഗോൾഡിലായിരിക്കും ഇങ്ങനെയുള്ള കൂടുതലും ഹോർഡിങ്സ് നടത്തുക. അപ്പോൾ അങ്ങനെയുള്ള ഹോർഡിങ്സ് നടത്തുന്ന ഗോൾഡ് ഇത് വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ എത്ര പേര് ധൈര്യപ്പെടും? കാരണം പിന്നീട് ഒരു ചോദ്യം, ഇതിൻ്റെ സോഴ്സ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുവാനുണ്ടാകുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് വരും. സാധാരണ രീതിയിൽ ഒരു സാധാരണ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും ഓർണമെൻറ്റ്സ് ആയിട്ടായിരിക്കും ഇത് സൂക്ഷിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഓർണമെൻറ്റ്സിന് ഒരു സെൻറ്റിമെൻ്റൽ വാല്യൂ ഇല്ലെങ്കിൽ, ഇപ്പോൾ വിവാഹ സമയത്തൊക്കെ ഇത് കൊടുക്കുന്ന ഗോൾഡാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സെൻറ്റിമെൻ്റൽ വാല്യൂ ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അവർ മെൽറ്റ് ചെയ്യാൻ അവർ ഇഷ്ടപ്പെടില്ല. അതേസമയം സെൻറ്റിമെൻ്റൽ വാല്യൂ ഇല്ലാത്ത ഓർണമെൻറ്റ്സ് ആണെങ്കിൽ അങ്ങനെയുള്ളത് അവർ വേറെ ഓർണമെൻറ്റ്സ് ആയിട്ട് മാറ്റണമെങ്കിലും ഈ ഉരുക്കേണ്ട ചിലവെല്ലാം ജ്വല്ലറിയിൽ നമ്മുടെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴും മാറ്റേണ്ടി വരും. ആ ചിലവ് തന്നെ ഇവിടെ വരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അൺപ്രൊഡക്റ്റീവ് ആയിരിക്കുന്ന ഒരു അസറ്റിനെ പ്രൊഡക്റ്റീവ് അസറ്റായിട്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കും. അപ്പോൾ അതിലെത്ര പെർസെൻറ്റേജ് ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഏകദേശ കണക്കുകളൊക്കെ ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല. ആ കാറ്റഗറിയിലുള്ള ഗോൾഡ് വരാനുള്ള സാധ്യത ഉണ്ട്. ഫ്യൂച്ചറിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഗോൾഡ് ബോണ്ട് സ്കീമാണ് ഏറ്റവും നല്ലത്. കാരണം അവർക്ക് ഡയറക്റ്റായിട്ട് ആ സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിലെ ഇൻട്രസ്റ്റ് റേറ്റും 2% വരെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കും. അപ്പോൾ വേറെ നഷ്ടങ്ങളില്ല. ഗോൾഡിന് ലഭിക്കുന്ന സാധാരണ രീതിയിൽ ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് അപ്രീസിയേഷൻ നോക്കിയിട്ടാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഫ്യൂച്ചർ ഗോൾഡിലുള്ള അപ്രീസിയേഷൻ കിട്ടും, അതേസമയം തന്നെ റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കിട്ടുന്നു. പിന്നെ അത് ഗോൾഡ് ബോണ്ട് ആണെങ്കിൽ ഇത് സെക്യൂരിറ്റി മറ്റേ സാധാരണ ഗോൾഡ് ഓർണമെൻറ്റ് സൂക്ഷിക്കുന്നത് പോലുള്ള രീതിയിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് ആവശ്യം വന്നാൽ മറ്റുള്ളവർക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ആവശ്യമുള്ള സമയങ്ങളിൽ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുവാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെയുള്ള പല സ്കീം അതിനുണ്ട്. അതുപോലെ തന്നെ ഈ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമിലും ഈ ലോൺ എടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഈ മെൽറ്റ് ചെയ്യുമ്പോൾ അത്ര പേരത് മെൽറ്റ് ചെയ്യാൻ തയ്യാറാകും എന്നുള്ളതാണ് ഇതിലെ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ടെമ്പിൾസിലുമൊക്കെ വലിയ ഗോൾഡ് ഇരിക്കുന്നത്, അതാണ് ഇങ്ങോട്ട് വരാൻ ഈ വലിയ ക്വാണ്ടിറ്റി ആയിട്ട് വരണമെങ്കിൽ സാധ്യതയുള്ളത്. അവരത് തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ഇൻഡിവിജ്വലിൽ നിന്നുള്ളത് ഒരു 10% 20% ഒക്കെ വന്നാൽ തന്നെ വളരെ കൂടുതലെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. റൈറ്റ്. ശ്രീ രാംമോഹൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്, സാമ്പത്തിക വിദഗ്ധൻ. ശ്രീ രാംമോഹൻ, സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി, അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പവർ സെന്റർ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ റിസർവ് ബാങ്ക് മറ്റു ചില നിർദ്ദേശങ്ങൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒന്ന് 30 ഗ്രാം എങ്കിലും കുറഞ്ഞത് സ്വർണം വേണം. മാത്രമല്ല ആഭരണം അത് ഉരുക്കി ബാറാക്കി മാറ്റുന്നു എന്നതടക്കമുള്ള ചില നടപടിക്രമങ്ങളുമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? എത്രത്തോളം സ്വർണം അങ്ങനെ ബാങ്കുകളെ ഏൽപ്പിക്കുവാൻ ആളുകൾ തയ്യാറാകും? അഭിലാഷ്, ആദ്യം പറയട്ടെ, ഞാൻ യാത്രയിലാണ്, ഒരു പക്ഷേ കണക്ഷൻ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വേഗം പറയുകയാണെങ്കിൽ ചെറുകിട വളരെ കുറഞ്ഞ തോതിൽ സ്വർണം കയ്യിലുള്ളവർക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ഒരു പ്രയാസം തോന്നുക. വളരെ വലിയ ക്വാണ്ടിറ്റിയിൽ സ്വർണം ഭാവിയിൽ വിലയേറുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ വാങ്ങി സൂക്ഷിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സ്വർണം ബാറുകളായിട്ടും കോയിനായിട്ടും എല്ലാം വാങ്ങി സൂക്ഷിച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതും അതിന് ലോക്കറിന് കൊടുക്കുന്ന കാശും എല്ലാം വളരെ ചെലവേറിയതാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് സൂക്ഷിച്ച് ഗവൺമെന്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് പിന്നീട് ഭാവിയിൽ വില കൂടുന്ന സമയത്ത് എൻകാഷ് ചെയ്യാൻ കഴിയുന്നുള്ളത് ഒരു നല്ല സംഗതിയാണ്.
1 കിലോ സ്വർണം സൂക്ഷിച്ചു വെച്ചാൽ 1 വർഷം കഴിയുമ്പോൾ 1% പലിശ കിട്ടുകയാണെങ്കിൽ 10 ഗ്രാം സ്വർണം അഡീഷണൽ കിട്ടുന്നു. ഇൻട്രസ്റ്റ് ആയിട്ട് 1% പലിശ കിട്ടുന്നതെങ്കിൽ പ്ലസ് ഈ സ്റ്റോർ ചെയ്യേണ്ടുന്ന കോസ്റ്റ് ഒഴിവായി കിട്ടുന്നു. ഭാവിയിലുള്ള വില കയറ്റം തകരാറില്ലാതെ നഷ്ടപ്പെടാതെ കയ്യിൽ കിട്ടുന്നു. അപ്പൊ ന്യായമായും നമ്മൾ സാധാരണ കാണുന്ന സാധാരണക്കാരായ കുറച്ച് സ്വർണം മാത്രമുള്ള ആളുകളെ മാറ്റി നിർത്തിയാൽ വലിയൊരു സെഗ്മെന്റ് ഓഫ് ആളുകൾ ഇങ്ങനെ സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ്. ഉപയുക്തമല്ലാതെ കണ്ട് കിടന്നിരുന്ന ഒരു റിസോഴ്സിനെ, ഒരു അസംസ്കൃത വസ്തുവിനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു പ്രായോഗിക ചിന്തയാണിത്. സത്യത്തിൽ ഇതിന്റെ പിറകിലുള്ള ചിന്താശക്തിയെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. പ്രായോഗികത നാം കാണാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഒരു ഫൈൻ സാമ്പത്തിക ചിന്ത, പ്രായോഗിക തലത്തിലുള്ള ചിന്ത എന്ന നിലയിൽ ഇതിനെ അഭിനന്ദിക്കേണ്ടതാണ്. അതിന് വളരെ നല്ല സാധ്യതകളാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, വളരെ നന്ദി ശ്രീ രാമോഹൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ ജെയിംസ് ജോസ്, ഇവിടെ ഉണ്ടാകുന്ന സംശയം, അതായത് 2 ഘട്ടം. ഒന്ന്, മാർട്ടിൻ സാർ പറയുന്നു ഇത്തരത്തിൽ, അതായത് വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപമുള്ളവരുടെ രേഖകളുമായി ബന്ധപ്പെട്ട സംശയം. അതേസമയം ശ്രീ രാമോഹൻ പറയുന്നു അത്തരത്തിൽ സ്വർണ്ണ നിക്ഷേപം ഉള്ളവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു പദ്ധതി കൂടിയാണ് ഇത് എന്ന്. എന്താണ് താങ്കളുടെ നിഗമനത്തെ? അതായത് ഈ സ്വർണം ബൾക്കായി ഉപയോഗിക്കുന്നവർ യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഡോക്യുമെന്റേഷൻ പ്രൊസീജിയർ എല്ലാം നടത്തുന്നവരാണോ? ശ്രീ മാർട്ടിൻ പറഞ്ഞ 2-3 കാര്യങ്ങൾക്ക് മറുപടി പറയാം. ഒന്ന്, ആദ്യം അദ്ദേഹം പറഞ്ഞു 30% ഗോൾഡ് കോയിൻസ് ആൻഡ് ബാഴ്സ് ആണ് എന്നുള്ളതിന് ഒരു അസംഷനാണ് എന്നുള്ളത് പറഞ്ഞു. ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ടോട്ടൽ ഫിഗേഴ്സ്, ബാങ്കുകളും നോമിനേറ്റഡ് ഏജൻസികളും ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഫിഗേഴ്സ് ഗവൺമെൻറ്റിലുണ്ട്. അത് പ്രകാരം ടോട്ടൽ ഇമ്പോർട്ടിൻ്റെ 30%ഓളം കോയിൻസ് ആൻഡ് ബാഴ്സ് ആയിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ 30%ഓളം ഉണ്ടെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഗോൾഡിൻ്റെ KYC നോംസ്. ഈ ഗോൾഡ് ബോണ്ട് സ്കീമിന് വേണ്ടി അല്ലെങ്കിൽ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമിന് വേണ്ടി ഗവൺമെൻറ് പ്രത്യേകിച്ച് ഇൻകം ടാക്സ് അല്ലെങ്കിൽ നികുതി ഇളവുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇൻകം ടാക്സ് നിയമത്തിൻ്റെ നിലവിലുള്ള ഗൈഡ് ലൈൻസ് വെച്ച് തന്നെ ചില റിലാക്സേഷൻസ് ഉണ്ട്. അതായത് ഒരു മാരീഡ് സ്ത്രീക്ക്, കല്യാണം കഴിച്ചിട്ടുള്ളൊരു ലേഡിക്ക് 500 ഗ്രാം വരെ സ്വർണം സ്വന്തം പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കാം. അതിന് പുറകിലേക്കുള്ള കണക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അൺമാരീഡ് പെൺകുട്ടി, മകൾക്ക് 250 ഗ്രാം വരെ സൂക്ഷിക്കാം. ഒരു ആണിന്, മാരീഡ് ഓർ നോട്ട്, 100 ഗ്രാം വരെ. അപ്പോൾ ഒരു അച്ഛനും മകനും ഒരു മകളും അമ്മയുള്ള ഒരു വീട്ടിന് ഏകദേശം 950 ഗ്രാംസോളം ഗോൾഡ് പ്രത്യേകിച്ച് എവിടുന്ന് വാങ്ങിച്ചു, എങ്ങനെ വാങ്ങിച്ചു എന്നുള്ള കണക്കില്ലാതെ തന്നെ സ്വന്തം പേഴ്സണൽ പ്രോപ്പർട്ടി എന്ന നിലയ്ക്ക് ഡിക്ലെയർ ചെയ്യാൻ നിലവിലുള്ള ഇൻകം ടാക്സ് നിയമം അനുവദിക്കുന്നുണ്ട്. അതിൻ്റെ പരിധിയിൽ 950 ഗ്രാംസ്, 500 ഗ്രാംസ് ഫോർ മാരീഡ് വുമൺ, അൺമാരീഡ് ഗേൾ 250 ഗ്രാംസ്, ഒരു മാൻ അല്ലെങ്കിൽ പുരുഷന് 100 ഗ്രാം. ഇങ്ങനെ ഒരു ഫാമിലിക്ക് 4 അംഗങ്ങളുള്ള ഒരു ഫാമിലിക്ക് 950 ഗ്രാംസ്, അതായത് 1 കിലോ എടുത്ത് ഗോൾഡ് പ്രത്യേകിച്ച് കണക്കുകളൊന്നും ഇല്ലാതെ ഈ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമിൽ എൻ്റെ പേഴ്സണൽ അസറ്റാണ് എന്നുള്ള രീതിയിൽ ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മയുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇതാണ് KYC. രാമോഹനും പറഞ്ഞ ഏതാണ്ട് കണക്കുകൾ 1 കിലോ സ്വർണം നിക്ഷേപിച്ചാൽ എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതെ. അപ്പം നിലവിലുള്ള ഇൻകം ടാക്സ് നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് KYC സ്കീമിൽ, ഈ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമിൽ KYCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. മറ്റൊന്ന്, ഇതിന് മുമ്പ് 95-ൽ ഏർപ്പെടുത്തിയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടപ്പാക്കിയ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം 16 വർഷമായിട്ടും 16 ടണ്ണ് കളക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. അതിൻ്റെ നടത്തിപ്പിൽ ഒരുപാട് പാളിച്ചകളുണ്ടായിരുന്നു. ഒന്ന്, ഒരു ഗോൾഡ് ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 90 ദിവസം കഴിഞ്ഞിട്ടാണ് അയാൾക്ക് അതിൻ്റെ റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരുന്നത്. അന്ന് നടപ്പാക്കാൻ ആകെപ്പാടെ ഇന്ത്യ ഗവൺമെൻറ് വിൻഡ് എന്ന് പറഞ്ഞ ഒരു ഏജൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ ഗവൺമെൻറ് വിൻഡിൽ ഗോൾഡ് കൊടുത്ത് കസ്റ്റമർക്ക് അത് കൊടുക്കുന്ന ഗോൾഡ് എന്തുമാത്രം ഉണ്ടെന്ന് അറിയണമെങ്കിൽ പോലും 90 ദിവസം കൊടുക്കും. ആ സ്കീമിൻ്റെ പരിമിതികളും പരാജയങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഇപ്രാവശ്യം സ്കീം ഡിവൈസ് ചെയ്തത്. ഇപ്രാവശ്യത്തെ സ്കീം ഇന്ത്യയിലെ 350 ഹോൾമാർക്ക് സെൻ്ററുകൾ വഴിയാണ് നടപ്പാക്കുന്നത്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ 4 മണിക്കൂറിനുള്ളിൽ അയാളുടെ ഗോൾഡ് എന്തുമാത്രം പ്യൂരിറ്റി ഉണ്ടെന്നുള്ളത് ആദ്യം കസ്റ്റമറുടെ മുമ്പിൽ വെച്ച് തന്നെ എക്സ്റേ മെഷീനിൽ പരിശോധിച്ച് ഒരു അപ്രോക്സിമേറ്റ് റിസൾട്ട് കൊടുക്കുന്നു. അതിൽ കസ്റ്റമർ തൃപ്തി അല്ലെങ്കിൽ അയാൾക്ക് അതിൻ്റെ പൈസ, ഒരു പീസിന് 25 രൂപ, 5 വളയമായിട്ട് ഇരുന്ന ഒരാൾക്ക് 125 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര പ്യൂരിറ്റി ഉള്ളൂ, ഞാനിത് ഡെപ്പോസിറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് അയാൾക്ക് തിരിച്ചു കൊണ്ടുപോകും. അതിനൊരു അരമണിക്കൂറുള്ള സമയം മതി. വീണ്ടും അയാൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അയാൾക്കത് മെൽറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു 3 മണിക്കൂറോളം എടുക്കും. ചുരുക്കം പറഞ്ഞാൽ 4 മണിക്കൂർ ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സെയിം ഡേ ഡെലിവറി കൊടുക്കണമെന്നാണ്, സെറ്റിൽ ചെയ്യണമെന്നാണ് ബാങ്ക് പുതിയ സ്കീമിൽ പറഞ്ഞിരിക്കുന്നത്. രാവിലെ വരുന്ന ഒരാൾ 5 മണിക്കൂറിനുള്ളിൽ അയാളുടെ ഗോൾഡിൻ്റെ മുഴുവൻ കണക്കും കിട്ടി അത് ബാങ്കിലേക്ക് അതിൻ്റെ ഇമെയിൽ കൊടുക്കും, ബാങ്കിൽ നിന്ന് കൺഫർമേഷൻ കിട്ടും. ഈ ഗോൾഡ് 24 മണിക്കൂറിനുള്ളിൽ ഈ ഹോൾമാർക്കിംഗ് സെൻറ്ററിൽ നമ്മുടെ അടുത്ത റിഫൈനറിയിലേക്ക് പോയിരിക്കും. ഈ സ്കീമിന് വേണ്ടി ഗവൺമെൻറ് 10ഓളം റിഫൈനറികൾക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന് അംഗീകാരം കൊടുക്കുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ തീരും.
ഞാൻ റിഫൈനറീസ് അസോസിയേഷൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും കൂടെയാണ്. Right. നിലവിൽ 3 റിഫൈനറികൾക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു. ഏതാണ്ട് 15ഓളം ഹോൾമാർക്ക് സെൻ്ററുകൾക്ക് അഡീഷണൽ നിലവിലുള്ള 350 പേർക്ക് അഡീഷണൽ ലൈസൻസ് കൂടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 5-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോഡി ഈ സ്കീം ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 സ്കീം, ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം, സോവറിൻ ബോണ്ട് സ്കീം, അശോക കോയിൻ 3 ഒരുമിച്ച് ലോഞ്ച് ചെയ്യുമെന്ന് വിചാരിക്കും. അതോടുകൂടി ഇതിനാവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 24 മണിക്കൂറിനുള്ളിൽ ഈ ഹോൾമാർക്കറ്റ് സെൻറ്ററിൽ മെൽറ്റ് ചെയ്ത ഗോൾഡ് റിഫൈനറിൽ എത്തിയിരിക്കും. റിഫൈനറിക്കാർക്ക് 7 ദിവസമാണ് സമയം കൊടുത്തിരിക്കുന്നത് ഇത് റിഫൈൻ ചെയ്ത് പ്യൂർ ബിസ്ക്കറ്റ് ആക്കി കൊടുക്കാൻ. അദ്ദേഹം പറഞ്ഞു 995 പ്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞു. 995 പ്യൂരിറ്റി എന്ന് പറയുന്നത് റിഫൈൻ ചെയ്തതിന് ശേഷം കിട്ടുന്ന സ്വർണ്ണത്തിൻ്റെ പ്യൂരിറ്റിയാണ്. കസ്റ്റമർ കൊടുക്കുന്ന പ്യൂരിറ്റി 78% ആകാം. 75 എന്ന് പറഞ്ഞാൽ 18 ക്യാരറ്റ്. പഴയ കാലത്തെ സ്വർണ്ണമാണ്. 18 ക്യാരറ്റ് മുതൽ 22 ക്യാരറ്റിൻ്റെ പൈസ കൊടുത്തിട്ടുണ്ടാവും. അന്നത്തെ കാലത്ത് വലിയ ക്വാളിറ്റി കൺട്രോൾ ഇല്ല. നഷ്ടമുണ്ടാവും. അതാണ് എൻ്റെ പോയിന്റ്. 70 നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും 995 അല്ലെങ്കിൽ പിന്നെ കൺവേർട്ട് ചെയ്ത സ്വർണത്തെ കാണുന്നത് കൊണ്ടിട്ട് ഒരു നഷ്ടം ഉണ്ടാവില്ലെന്നാണ്. അതല്ല എൻ്റെ പോയിന്റ്. എൻ്റെ പോയിന്റ് പിന്നീട് ഉപഭോക്താവിന് നഷ്ടം ഉണ്ടാവും. ഉപഭോക്താവ് പുറന്നോട്ടടിക്കും. നമുക്ക് കാണാം. 3 വർഷം നിങ്ങൾ പറഞ്ഞല്ലോ, 3 വർഷം നമുക്ക് തിരിച്ച് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. ഉപഭോക്താവിന് ശരാശരി 10%. ആ സ്വർണം കയ്യിൽ ഇരുന്നത് കൊണ്ട് മറ്റു പ്രയോജനമില്ല. അല്ല, ഇതിൽ എല്ലാത്തിനും എനിക്ക് ഉത്തരവുണ്ട്. 30% കഴിഞ്ഞ 10 വർഷത്തെ 30% എടുത്താൽ തന്നെയും 20,000 ടൺ നമ്മൾ ആർജിച്ചത് എത്ര കൊല്ലം കൊണ്ടിട്ടാ? അപ്പോൾ 20,000 ടണ്ണിൻ്റെ 30% എവിടെ നിന്ന് കിട്ടി? അതെങ്ങനെയായാലും വരില്ല. അപ്പോൾ ഈ 30% ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ എഗ്രീഡ്, 30% നമ്മൾ പിന്നീട് ഗോൾഡ് ബാർസും കോയിൻസുമായിട്ട് ചെയ്യുന്നു. പക്ഷേ 20,000 ടൺ നമ്മളെ എത്രയോ കാലത്തെ ശേഖരമാണ് നമുക്ക് വിൽക്കുന്നത്. അതിൽ 30% ഉണ്ടെന്നുള്ള വാദം പൊള്ളയാണ്, അതായത് തെറ്റുമാണ്. അതെ, എങ്കിലും ഈ പ്രതിവർഷം ഏതാണ്ട് 900,000 ടൺസ് 1000 ടണ്ണോളം നമ്മൾ വർഷം തോറും ഇമ്പോർട്ട് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. കുഴപ്പമില്ലാതെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ജുവലറി എന്ന് പറയുന്നത്. നമ്മളുടേത് ഇനിയും സ്കോപ്പ് ഉള്ള ഒരു സാധനമാണ്, അല്ലേ സാറേ? ജുവലറിയിലുപരി നമ്മുടെ ഈ ദന്തൽ പിന്നീട് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ പല നമ്മൾ ബാർ ആൻഡ് ബിസ്ക്കറ്റുമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി ചെയ്യുന്ന 30% കൂടാതെയുള്ള കിലോ ബാറുകളാണ് മാനുഫാക്ചറേഴ്സ്, ജുവലറി മാനുഫാക്ചറേഴ്സിന് കൊടുക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന എക്സ്പോർട്ടുകൾ കൂടുതലും ഡയമണ്ട്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആണ് കൂടുതലും പോകുന്നത്. ഹാൻഡ്മെയ്ഡ് ഐറ്റവും ഉണ്ടാവും. റൈറ്റ്. ഈ മാർട്ടിൻ സാർ, അവിടെ ഉണ്ടാകുന്നൊരു സംശയം, അതായത് ഈ ലീഗൽ മറ്റു പ്രൊസീജിയർ ഒക്കെ പറയുമ്പോൾ തന്നെ 1 കിലോ സ്വർണ്ണത്തോളം എൻ്റെ കയ്യിൽ 50 കിലോ സ്വർണം ഉണ്ട് എന്ന് കരുതുക, അതിൽ പ്രത്യേകിച്ച് കണക്കും കാര്യങ്ങളും ഇല്ല എന്നും കരുതുക, എങ്കിലും ഉള്ളതിൽ ഈ 49 കിലോ മാറ്റി വെച്ചിട്ട് 1 കിലോ നിക്ഷേപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കും. അത് അത്ര കണ്ട് വിജയിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത്ര കണ്ടത് വിജയിക്കുകയും ചെയ്യും. പിന്നീട് അത്ര കണ്ടതിന് പക്ഷെ എന്നാലും വേണം, അഡ്വർടൈസ്മെന്റ് വേണം. അല്ല, അദ്ദേഹം പറഞ്ഞതുപോലെ 10% എങ്കിലും ഏറ്റവും കുറഞ്ഞ കസ്റ്റമർക്ക് നഷ്ടം ഉണ്ടാവും. അതിന് ജെയിംസ് സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ആളുകൾക്ക് വ്യക്തമാണോ? ഒരു വ്യക്തിക്ക് എത്ര സ്വർണം, സാധാരണ മദ്യം കയ്യിൽ എത്ര വെക്കാമെന്നൊക്കെ ഒരു പക്ഷേ ആളുകൾക്ക് അറിയാമായിരിക്കാം. പക്ഷേ ഈ സ്വർണം ഇത്ര കയ്യിൽ വെക്കാം, അതിന് പ്രത്യേകിച്ച് കണക്കുകൾ വേണ്ട എന്നുള്ളത് എത്രത്തോളം ജനങ്ങൾക്ക് അറിയാമെന്ന് നല്ല പ്രചരണം കൊടുക്കണം. പക്ഷെ ഇതിനെ പിന്നീട് റാമോഹൻ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ പ്രശ്നം കടന്നു വന്നിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ 5 കൊല്ലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. 5 കൊല്ലത്തേക്ക് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും മനോഹരമായ വില കിട്ടണമെന്നില്ല, വില കുറയാം. അതെ, ഈ 3 വർഷത്തിലെ വില കുറയാൻ സാധ്യത നോർമലി ഗോൾഡിൽ കുറവാണ്. വിലയായിട്ടല്ലല്ലോ, സ്വർണ്ണമായിട്ട് തിരിച്ചു കിട്ടുന്ന അവസ്ഥയില്ല. ആയിക്കോട്ടെ, സ്വർണ്ണമായിട്ട് തിരിച്ചു കിട്ടുന്ന പദ്ധതിയാണോ? പക്ഷെ നമുക്കതല്ലല്ലോ. ഈ ഇടയ്ക്ക് ഒരു 3 കൊല്ലത്തിൽ ആകുമ്പോൾ പരമാവധി കയറിയെങ്കിൽ ആ പരമാവധിക്ക് നമുക്ക് കൊടുത്തിട്ട് റീ എൻട്രി ചെയ്ത് കൂടുതൽ ഗോൾഡ് ഈ 5 കൊല്ലം പൂർത്തിയാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. അത് നഷ്ടപ്പെടുകയാണ്. ഇൻവെസ്റ്റ്മെന്റ് അറിയുന്ന ഒരാൾക്ക് അതിലേക്ക് പോകാനുള്ള ഒരു മടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇതാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന 1 കിലോ സ്വർണ്ണം എടുത്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് മാർട്ടിൻ സാർ പറഞ്ഞതിന് വേറൊരു അഡ്വാൻറ്റേജ് സ്കീമിലുണ്ട്. അതായത് ഈ സ്കീമിന് ഒരു മിനിമം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് പ്രീമച്വർ ക്ലോസ് ചെയ്യാനുള്ള പ്രീമച്വർ ക്ലോസിങ്ങിനകത്ത് നഷ്ടമുണ്ട്. നഷ്ടം വെച്ചാൽ ചെറിയൊരു പെനാൽറ്റി വരുള്ളൂ. മാർട്ടിൻ സാർ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വളരെ കൂടുതലായിട്ട് ഗോൾഡിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഈ പ്രീമച്വർ ക്ലോസിങ്ങിന് ആകെ ഇതിൽ കൊടുക്കുന്ന ഈ പലിശ എന്ന് പറയുന്നത് 1% അല്ലെങ്കിൽ 2% ആയിരിക്കും. ആ 2% ചെറിയൊരു നഷ്ടമേ പ്രീമച്വർ ക്ലോസിങ് വരുമ്പോഴുള്ളൂ. അതിൽ കൂടുതലായിട്ട് പെട്ടെന്ന് പ്രൈസ് ഇൻക്രീസ് വന്നിട്ടുണ്ടാകും ബെനിഫിറ്റ് എടുക്കാമെങ്കിൽ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൾ അവിടെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 5 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്താലും ഒരു മിനിമം പീരീഡ് കഴിഞ്ഞാൽ ആ പീരീഡ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല, ഒരു 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി പ്രതീക്ഷിക്കുന്നത് 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീമച്വർ ക്ലോസിങ്ങിനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങനെ വരുമ്പോൾ ആ അഡ്വാൻറ്റേജ് എടുക്കാനുള്ള ഒരു ഇത് ആ സ്കീമിൽ തന്നെ ഉണ്ട്.
ഡെപ്പോസിറ്ററി സംബന്ധിച്ചിടത്തോളം. ഞാൻ ഈ സ്കീമിൽ കിടന്ന ഒരു പരിമിതി 3 വർഷം വരെ മെറ്റലായിട്ട് തിരിച്ചു കിട്ടുള്ളൂ. 3 വർഷത്തിന് ശേഷം ഉള്ളത് ക്യാഷ് ആയിട്ടേ കിട്ടുള്ളൂ. അതെ, അവിടെയാണ് അവിടെ ഒരു പരിമിതിയാണ് സ്കീം. സ്വർണ്ണം ഫാമിലി ഗോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ഫാമിലി ഗോൾഡ് കൊണ്ട് വെച്ചാൽ നമുക്ക് തിരിച്ച് 5 കൊല്ലം കഴിഞ്ഞ് അത് ക്യാഷ് ആയിട്ട് കിട്ടുമ്പോൾ പലയിടത്തും ബുദ്ധിമുട്ടുണ്ടാവും, പലർക്കും താല്പര്യം. അതിലും അത് RBI ഇഷ്യൂ ചെയ്തിരിക്കുന്ന സർക്കുലർ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ നിക്ഷേപിക്കുന്ന സമയത്ത് അവർ ദേ ഹാവ് ടു എക്സസൈസ് ദി ഓപ്ഷൻ. അതായത് ഡ്യൂ ഡേറ്റിൽ അവർക്ക് സ്വർണ്ണമായിട്ട് തിരിച്ചു വേണോ അതോ അവർക്ക് ഇതിൻ്റെ സ്വർണ്ണത്തിൻ്റെ ഈക്വലൻ വാല്യൂ റുപ്പിയായിട്ട് തിരിച്ചു വേണോ എന്നുള്ള ഓപ്ഷൻ അറ്റ് ദ ടൈം ഓഫ് ഡെപ്പോസിറ്റ് ദേ ഹാവ് ടു എക്സസൈസ്. പിന്നീട് ചിന്തിച്ച് കൃത്യമായ ഒരു ഫോർമുല തയ്യാറാക്കിയിട്ടായിരിക്കണമെന്നുണ്ടോ ഈ നിക്ഷേപകർ എത്തുന്നത്? അല്ലെങ്കിൽ ബാങ്ക് ഇത്രമേൽ നേരത്തെ നമ്മൾ ചില ചർച്ചകളിൽ അടക്കം പങ്കെടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് പലപ്പോഴും എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദീകരിക്കുന്ന ഒരു ശീലവും ഇല്ല ഇപ്പോൾ. ഈ സ്കീമിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി ഒരു അറിവ് വളരെ പെട്ടെന്ന് സാധ്യമാണോ എന്നുള്ളതാണ്. ആ സ്കീമായിട്ട് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ എന്ന് മുതൽ ഇംപ്ലിമെന്റേഷൻ വരുമെന്നുള്ളത് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതായത് നവംബർ 5 മിക്കവാറും ഉണ്ടാകും. എത്രമാത്രം പലിശ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനമായിട്ടില്ല. മിനിമം പീരീഡ് ഓഫ് ഡെപ്പോസിറ്റ് എത്രയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനമായിട്ടില്ല. ഇതിനെക്കുറിച്ച് ഒരു കൃത്യത വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇത് പബ്ലിഷ് ചെയ്യാൻ അത് ഈ ബാങ്കിന് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊരു തീരുമാനമായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സ്വർണ്ണ നാണയ പദ്ധതിയുടെ വിജയത്തിൽ ബാങ്കിംഗ് മേഖലയിൽ ആശങ്ക. പദ്ധതി ഹ്രസ്വകാല നിക്ഷേപകരെ ആകർഷിക്കില്ല എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ശ്രീ KA വർഗീസ്, ഇവിടെ നേരത്തെ മാർട്ടിൻ സാർ സൂചിപ്പിച്ച ഒരു സംശയം, ഇതിന് വേണ്ടത്ര പബ്ലിസിറ്റി അല്ലെങ്കിൽ പ്രചാരണം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഈ ബാങ്കിംഗ് മേഖലയിൽ ഒരു പൊതുവെ എന്ത് സ്കീം വന്നാലും മത്സരാധിഷ്ഠിതമായി ബാങ്കുകൾ തന്നെ, വ്യത്യസ്തമായ ബാങ്കുകൾ തന്നെ ഈ സ്കീമിനെ കാണുന്നുണ്ട്. ചിലർ വീട്ടിൽ കൊണ്ടുവന്ന് ലോൺ തരും എന്ന തരത്തിലൊക്കെ. അത് ചിലപ്പോൾ പ്രഖ്യാപനം മാത്രമായിക്കൊള്ളട്ടെ, എങ്കിൽ പോലും നാളെ ഈ പദ്ധതിയോട് കൂടുതൽ സഹകരിക്കാനുള്ള സാധ്യതയുണ്ടോ ബാങ്കുകൾക്ക് അത്ര വലിയ നേട്ടമില്ലാത്ത പശ്ചാത്തലത്തിൽ? ബാങ്കുകൾക്ക് ഇതിൽ നേട്ടമില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഇത് ബാങ്കിൻ്റെ ഒരു ഡെപ്പോസിറ്റ് സ്കീം പോലെ തന്നെ വരുന്ന ഒരു സ്കീമാണ്. അതുകൊണ്ട് ഇതിലുള്ള ആശങ്ക ഇതിൽ എത്രമാത്രം ആളുകൾ നിക്ഷേപകരായി എത്തുമെന്നുള്ളതിനെക്കുറിച്ച്, വോളിയം എത്രമാത്രം പിക്കപ്പ് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ഒരു ആശങ്കയുള്ളൂ. അപ്പോൾ ആ വോളിയം എത്രമാത്രം കിട്ടുമെന്നുള്ള ബാങ്കിൻ്റെ അത് ഇൻട്രസ്റ്റ് റേറ്റും എല്ലാം ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണയെങ്കിലും ഉണ്ടാക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വോളിയം, എക്സ്പെക്റ്റ് ചെയ്യുന്ന വോളിയമിനെ അനുസരിച്ച് ബാങ്ക് അതിനെക്കുറിച്ച് പബ്ലിസിറ്റിയും അല്ലെങ്കിൽ IBA ലെവലിൽ തന്നെ സ്കീമായിട്ട് ഇതിന് കൂടുതൽ ഏകോപിച്ചിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ബാങ്ക്സും ഒന്നിച്ച് ഒറ്റ അഡ്വർടൈസ്മെൻ്റായിട്ട് എല്ലാ ബാങ്കിനും വേണ്ടിയിട്ട് ഒരു പരസ്യം കൊടുക്കുമ്പോൾ ഇൻഡിവിജ്വൽ ബാങ്ക്സ് പരസ്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് കുറയും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ പോകുമ്പോൾ കോസ്റ്റും കുറയും, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം പൊതുജനത്തിന് ഇത് കൂടുതലായിട്ട്. കാരണം ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല സ്കീമാണ്. കാരണം അൺപ്രൊഡക്റ്റീവ് ആയിരിക്കുന്ന ഒരു അസറ്റിനെ പ്രൊഡക്റ്റീവ് അസറ്റാക്കാൻ സാധിക്കും. അതുപോലെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇത് ഇമ്പോർട്ട് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം നല്ല ഒരു സ്കീമാണ്. അതുകൊണ്ട് ഇതിനൊരു പ്രൊമോഷൻ അങ്ങനെ രീതിയിൽ ഉണ്ടാകും. അപ്പോൾ ബാങ്കുകളെല്ലാം കൂടി ഏകോപിച്ചുകൊണ്ട്, കാരണം എല്ലാ ബാങ്ക്സിനും ഇപ്പോൾ റൂറൽ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കിനെല്ലാം ഈ സ്കീമിൽ അംഗമാകുവാനുള്ള അവസരമുണ്ട്. എല്ലാ ബാങ്കിനെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ബാങ്കിനെയും സംബന്ധിക്കുന്ന കാര്യമായതുകൊണ്ട് IBA ലെവലിൽ തന്നെ ഇതിനൊരു പരസ്യം കൊടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ ബാങ്ക് പരസ്യം കൊടുക്കുന്നതിനൊക്കെ കോസ്റ്റും കുറയും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. റൈറ്റ്. ശ്രീ ജെയിംസ് ജോസ്, ഇവിടെ ഈ സ്വർണ്ണ വ്യാപാരത്തിൽ, അതായത് വരും ദിനങ്ങളിലടക്കം ഈ പദ്ധതിക്ക് കൂടുതൽ പ്രചാരം ലഭിച്ചാൽ സ്വർണ്ണ വ്യാപാരത്തിൽ, ഇന്ത്യയിലെ സ്വർണ്ണ വ്യാപാരത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്വർണ്ണ വ്യാപാരത്തിലൊക്കെ വലിയ മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ടോ? ഇത് ജ്വല്ലറി മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വലിയ ഒരു പ്രയോജനം കിട്ടുന്ന സ്കീമാണ്. കാരണം ഇന്ന് എല്ലാ ജ്വല്ലറി ഷോപ്പുകളും ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു നല്ല ശതമാനത്തോളം ലോണാണ് പോകുന്നത്. ആ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പലിശ ഏതാണ്ട് 12 മുതൽ 14% പലിശയാണ്. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനും പലിശയ്ക്ക് പണം എടുത്തിട്ടാണ് അവർ സ്വർണം വാങ്ങിച്ച് സൂക്ഷിക്കുന്നത്. അതിന് പകരം മെറ്റൽ ലോൺ, ഇന്ന് മെറ്റൽ ലോൺ സ്കീമുണ്ട്. 180 ദിവസം മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. 5% പലിശയ്ക്ക് മെറ്റൽ ലോൺ അവൈലബിൾ ആണ്. പക്ഷേ 180 അല്ല 6 മാസത്തേക്ക് ഗോൾഡ് ലോൺ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പം ഞങ്ങളുടെ ജുവലേഴ്സ് അസോസിയേഷനുകൾ നിവേദനം കൊടുത്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ 1 വർഷമെങ്കിലും കാലാവധിയിൽ സ്വർണ്ണം മെറ്റൽ ലോൺ തരാൻ പറ്റണം. കാരണം ബാങ്കിന് 3 വർഷത്തേക്കാണ് ജനങ്ങളുടെ ഡെപ്പോസിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഡീപ്ലോയ് ചെയ്യണമെങ്കിൽ 1 to 3 years മെറ്റൽ ലോൺ കിട്ടണം. ഒരു 5% കിട്ടുകയാണെങ്കിൽ ജ്വല്ലറി ഷോപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഓഫ് ഫണ്ടിങ് വളരെ നേർപകുതിയാക്കാൻ പറ്റും. അത് ഈ മേഖലയ്ക്ക് വലിയൊരു ഉണർവും നമ്മുടെ എക്സ്പോർട്ടിനൊക്കെ വലിയൊരു പ്രയോജനം ചെയ്യും എന്നുള്ളത് നിസ്സംശയമാണ്. അതിന് കീഴിൽ ചില്ലറ, അതായത് വ്യാപാരികളിലേക്ക് വരുമ്പോൾ ഈ സ്വർണം പണിക്കൂലി എന്ന പേരിലൊക്കെ അവർക്ക് വലിയ നേട്ടം ലഭിക്കുന്ന കാര്യം ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ? ഇന്ന് കേരളത്തിൽ നടക്കുന്ന ബിസിനസ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സീസൺ, അതായത് കല്യാണ സീസണിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50%ഓളം അല്ലെങ്കിൽ 75%ഓളം ക്യാഷ് പർച്ചേസുകളാണ്.
ഈ കല്യാണ സീസൺ എന്ന് പറയുന്ന ഒരു വർഷത്തിൽ 12 മാസത്തിൽ 4-5 മാസമേ ഉള്ളൂ. ബാക്കി 7 മാസം കേരളത്തിൽ നടക്കുന്ന വ്യാപാരം എക്സ്ചേഞ്ചാണ്. 50-60% എക്സ്ചേഞ്ചാണ്. Right. 1 കിലോ കച്ചവടം നടക്കുന്ന ഒരു കടയിൽ വൈകിട്ടാകുമ്പോൾ 750 ഗ്രാം ഓൾഡ് ഗോൾഡ് ഉണ്ടാവും. അത് വലിയ റീസൈക്ലിംഗ് പ്രോസസ്സാണ്. അപ്പോൾ അത് വേണ്ടാത്തതുണ്ടാവും, പല രീതിയിലുണ്ടാവും. അത് ഈ സ്കീമുമായിട്ട് ബന്ധപ്പെടാതെ തന്നെ മുന്നോട്ട് പോകും. ജുവലേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ മെച്ചം വളരെ കുറഞ്ഞ പലിശയ്ക്ക് ഇപ്പം നിലവിൽ കിട്ടുന്ന 12% പകരം 5% മെറ്റൽ ലോൺ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയത്. പിന്നെ ഈ കിട്ടുന്ന ഗോൾഡ് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ആൾക്കാർക്ക് സ്വർണ്ണത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് കുറച്ചുകൂടി താല്പര്യം ഉണ്ടാവും. ഉദാഹരണത്തിന് പണ്ട് ഹോൾമാർക്കിംഗ് ഇല്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 5-10 വർഷമായിട്ട് ഹോൾമാർക്കിംഗ് വന്നപ്പോൾ ജനത്തിന് വിശ്വാസമായി. ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ മൂല്യം കിട്ടുമെന്ന് അറിഞ്ഞു. ഹോൾമാർക്കിംഗ് വന്നുകൊണ്ട് വ്യാപാരം കൂടി. സ്വർണ്ണത്തിനുള്ള അപ്രിസിയേഷൻ ഇല്ലെങ്കിൽ പോലും ആൾക്കാർ വീണ്ടും സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ട്രാൻസ്പെറൻസി വന്നുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെൽറ്റിംഗ് സെൻ്ററുകൾ ഇപ്പം നിലവിൽ കയ്യിൽ പഴയ ഒരു 100 ഗ്രാം സ്വർണ്ണമുള്ള ഒരാൾക്ക് അത് എവിടെയെങ്കിലും കൊണ്ടേ കൊടുത്താൽ വില കിട്ടുമെന്ന് സംശയമുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫൈ ചെയ്യുന്ന മെൽറ്റിംഗ് സെൻ്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1000 രൂപ 750 രൂപയോളം ചിലവ് വരും. 750 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് എത്ര സ്വർണ്ണം ഉണ്ടെന്നുള്ളതിന് കൃത്യമായ കണക്കും സർട്ടിഫിക്കറ്റും കിട്ടും. നാളെ വേണമെങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യാതെ തന്നെ സ്വർണ്ണക്കടയിൽ കൊണ്ടേ കൊടുക്കേണ്ടത് ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൂല്യമുണ്ട്. അപ്പോൾ ഈ ബിസിനസ് വിൽ ബിക്കം മോർ ട്രാൻസ്പെറൻറ്റ്. പഴയ സ്വർണ്ണത്തിന് കൂടുതൽ മൂല്യം കിട്ടും, ആ ബിസിനസ്സിൻ്റെ ട്രാൻസ്പെറൻസി കൂടും, ബിസിനസ് വിലപ്പെടുകയും ചെയ്യും. ആ രീതിയിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് സ്പിൻ ഓഫ് ബെനിഫിറ്റ് ഈ സ്കീം കൊണ്ടുവരും. അപ്പോൾ ഈ ഓപ്പറേഷൻസ് മെൽറ്റിങ്, ടെസ്റ്റിങ് ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് പൊതുജനങ്ങൾക്ക് അവൈലബിൾ ആകും. ആ വ്യാപാരം ഒരു പുതിയ തലത്തിലേക്ക് പോകും. അത് ലോങ് ടേമിൽ ഇൻഡസ്ട്രിയിൽ നല്ലതാണെന്ന് കരുതുന്നു. റൈറ്റ്. ശ്രീ മാർട്ടിൻ പാട്രിക്, ഈ സ്വർണം എപ്പോഴും നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഇരിക്കുന്ന സ്വർണ്ണത്തിൻ്റെ പ്യൂരിറ്റിയുമായി സംശയമുണ്ട്. പക്ഷേ ഇനി ലഭിക്കാൻ പോകുന്ന സ്വർണം അതിനേതാണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലായിരിക്കും എന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം, ആളുകളുടെ മാറ്റം, ജനറേഷൻ്റെ മാറ്റം എന്നതുകൂടി ഈ യുവതലമുറ സ്വർണ്ണത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളത്. ഈ തലമുറ മാറിയാൽ പോലും സ്വർണം എന്നതൊരു ഇടത്തരക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു നിക്ഷേപം, പെട്ടെന്നൊരാവശ്യം വന്നാൽ ഒരല്പം പണം ലഭിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പണയം വെച്ചിട്ട് എന്ന തരത്തിലൊക്കെ. അങ്ങനെ ഈ കാലഘട്ടത്തിന് മാറ്റം, താങ്കൾ പ്രത്യേകിച്ച് ഇതിൽ കുറച്ചുകൂടി റിസർച്ചൊക്കെ നടത്തിയിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ വരും ദിനങ്ങളിൽ വരും തലമുറ ഏത് രീതിയിലായിരിക്കും ഈ സ്വർണ്ണത്തെ അപ്രോച്ച് ചെയ്യുക? അല്ല, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, ഇത് നിർത്തരുത്, ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകണം. 3 വർഷത്തേക്ക് നമ്മളെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിയുമ്പോൾ ഇത് പരാജയം കണ്ട് കഴിഞ്ഞിരുന്നാൽ നമ്മൾ പിന്നോട്ടടിക്കും. വേറെ ഇത് സസ്റ്റെയിൻ ചെയ്ത് ഈ പ്രോഗ്രാം കൊണ്ടുപോകണം. നല്ല പിന്നെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. ഇതിന് വേറൊരു മറുവശമുണ്ട്, നമ്മളൊന്നും സംസാരിക്കാത്തൊരു മറുവശമുണ്ട്. ഇത് ഒരുപക്ഷെ സർക്കാരിന് കുറച്ച് നഷ്ടം വരുത്തുമെന്നാണ് ചിലരുടെ അഭിപ്രായം. എങ്ങനെ? കാരണം പിന്നീട് ഇവർ തന്നെ ഈ ഗോൾഡിനെ ഇവരെ സപ്പോർട്ട് ചെയ്യണ്ടേ, ഈ ബാങ്കുകാരെ സപ്പോർട്ട് ചെയ്യണ്ടേ. അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും മറ്റുണ്ടാകുന്ന ഈ ക്രയവിക്രയത്തിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കുമെന്നും അത് ഭാവിയിൽ എന്ന ഒരു വാദമാണ്. മറിച്ച് അതിനെ അങ്ങോട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു വാദം പോലും നിൽപ്പുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മൊഡാലിറ്റീസ് കംപ്ലീറ്റ് ആകാത്തത് കൊണ്ടിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമായിരിക്കണം എന്നെനിക്കത് തോന്നുന്നു. അപ്പോൾ എന്തായിരുന്നാലും അത് മാറ്റി വെച്ചാൽ തന്നെയും നമുക്ക് പിന്നീട് ബാങ്കുകാർക്ക് തന്നെ എത്ര ആകർഷണീയമായിട്ട് വരും എന്നതൊരു വേറൊരു പ്രശ്നമാണ്. ഈ ഷോർട്ട് ടേമിൽ ഇൻട്രസ്റ്റ് അവർ ഫിക്സ് ചെയ്യുന്നു. ആ ഇൻട്രസ്റ്റ് അവർ ഫിക്സ് ചെയ്യുന്നത് പിന്നീട് ഇൻവെസ്റ്റേഴ്സിന്, നമ്മൾ നിക്ഷേപകർക്ക് എത്ര ആകർഷണീയമാകും. ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് യുവതലമുറ പിന്നീട് കുറച്ച് ഇതിൽ നിന്ന് പുറന്നോട്ട് പോകുന്നുണ്ട്, അതിനകത്തൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ഗോൾഡ് സോവറിൻ ഫണ്ട് സ്കീമിന് കുറച്ചുകൂടി വിജയമുണ്ടാകാം. നാളെ സംഭവിക്കാൻ പോകുന്നത്, ഞാൻ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമിനേക്കാളും കൂടുതൽ വിജയം ഞാൻ കണക്കാക്കുന്നത് ഗോൾഡ് സോവറിൻ ഫണ്ട് സ്കീമിലാണ്, ബോണ്ട് സ്കീമിലാണ്. അത് കൂടുതൽ നന്നായിട്ട് വിജയിക്കും. കാരണം യുവാക്കളുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. പിന്നെ ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വർണത്തോടുള്ള അഭിനിവേശം സൃഷ്ടിക്കുന്ന സ്ത്രീകളാണ്. അത് എത്ര കണ്ട് ചെറുപ്പക്കാരികളായ സ്ത്രീകൾ കുട്ടികൾ അതിൽ നിന്ന് പിന്മാറുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. ഒരു പരിശോധനയില്ലാതെ എനിക്കതിനൊരു ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ പിന്നീട് ഗാർഹിക ചുറ്റുപാടിൽ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ചുറ്റുപാടുകളെ പരിശോധിക്കുമ്പോൾ പെൺകുട്ടികളിലും ചെറിയ പുരോഗമനാത്മകമായ ചിന്ത കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് പിന്നീട് ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം ഭാവിയിൽ അവരുടെ ഒരു ജനറേഷൻ അവരധികാരത്തിലൊക്കെ എത്തുമ്പോൾ, കുടുംബഭരണമൊക്കെ എത്തുമ്പോൾ ഈ പഴയ സ്വർണം കൊണ്ട് വയ്ക്കാനും പിന്നീട് ഒപ്പം തന്നെ ഗോൾഡ് ബോണ്ട് സ്കീമുകൾ വിജയിക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടിട്ട് നമ്മൾ ഇത് പരാജയമായിരിക്കും.
സർക്കാരിനത് 3 വർഷം കഴിയുമ്പോൾ സർക്കാരിനൊരു താല്പര്യമില്ല, ബാങ്കിനൊരു താല്പര്യമില്ല എന്നൊരു മട്ടിൽ വന്നിട്ട് 99 തുടങ്ങിയ സ്കീമിൻ്റെ അതേ അവസ്ഥയിലെത്തിയാൽ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ശ്രീ ജെയിംസ് പറഞ്ഞത് വളരെ ശരിയാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചത് പൂർണ്ണമായിട്ടുമില്ല. ഇത്തരം ആശങ്കകൾ ഈ പറഞ്ഞ കണക്ക് ഇതിനെക്കുറിച്ച് ഇത്രയും ക്ലാരിറ്റിയോടുകൂടി എത്ര നിക്ഷേപകർക്ക് അറിയാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മൾ കേരളത്തെ വെച്ച് സംസാരിക്കരുത്, ഇന്ത്യയെ വെച്ച് സംസാരിക്കും. തീർച്ചയായും ആ ഇന്ത്യയെ വെച്ച് സംസാരിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ഇടത്തരക്കാർ സ്വർണ്ണം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ ഒരു നല്ല കാർഷിക വിളവ് ഉണ്ടായിക്കഴിഞ്ഞ് തീർന്നാൽ ഇത്തിരി സ്വർണം വാങ്ങിച്ചു വെച്ച് ആപത്കാലത്ത് അത് വിനിയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അവർ കൊണ്ടുപോയി ഈ സ്വർണം, അതാണ് ഇവിടെ പറഞ്ഞതുപോലെ വളരെ ചെറുകിടക്കാരൊന്നും ഇതിൽ വന്നില്ലെങ്കിലും ഈ നേരത്തെ പറഞ്ഞതുപോലെ പിന്നീട് സേവിങ്സ് ആയിട്ട് വെച്ചിരിക്കുന്നവരുടെ കുറച്ച് സ്വർണ്ണമെങ്കിലും എത്തിക്കുന്ന രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞു തീർന്നാൽ അത് തന്നെ ഒരു വലിയ സംഭവമായിരിക്കും. അതിന് പിന്നീട് പദ്ധതിയെ വിടാതെ പിന്തുടരുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാടുകളും ഇപ്പോഴത്തെ അവസ്ഥകളും വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു സക്സസ് പ്രതീക്ഷിക്കാനുള്ള സാഹചര്യം കാണുന്നില്ല. ശ്രീ കെ വർഗീസ്, ഒപ്പം ശ്രീ ജെയിംസ് ജോസ്, ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അവസാനമായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട്? ശ്രീ മാർട്ടിൻ പറഞ്ഞതിനോട് 100% യോജിക്കുന്ന കൺസ്യൂമർ അവയർനെസ് ആണ് ഇതിന് ഏറ്റവും അത്യാവശ്യം. കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തിൽ അത് വിജയിക്കും. കാരണം കേരളത്തിൽ ഹോൾമാർക്കിങ് ഇന്നിപ്പോൾ 75% ആൾക്കാർ ഹോൾമാർക്ക് ആഭരണങ്ങളാണ് വാങ്ങിക്കുന്നത്. എങ്കിൽ പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ ഒരു ഹാർഡ്ലി 15%. ഇവിടെ കൺസ്യൂമർ അവയർനെസ് വളരെയധികമുണ്ട്. പക്ഷേ ഈ കേരളത്തിലെ ട്രെൻഡ് മറ്റു സംസ്ഥാനങ്ങളിലേക്കും പതുക്കെ എടുക്കാൻ പോയാൽ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റും പബ്ലിസിറ്റിയും ചെയ്യേണ്ടി വരും. ബാങ്കുകൾ മറ്റു സ്ഥാപനങ്ങളും അത്യാവശ്യമായിട്ട് വേണ്ടി വരും. സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ഗോൾഡെല്ലാം പുതിയ സ്കീമിലേക്ക് കൊണ്ടുവരുന്നത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഡെപ്പോസിറ്റ് വരുന്നത് ഏറ്റവും രാജ്യത്തിനും ആ നിക്ഷേപകർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. അതേസമയം സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉള്ളവർ എന്തായാലും ഈ സ്കീമിലേക്ക് കടന്നു വരാൻ പോകുന്നില്ല. എന്തായാലും പദ്ധതിയോട് ആർക്കും വിയോജിപ്പില്ല, മറിച്ച് പദ്ധതി കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് പ്രധാനം. വളരെയധികം നന്ദി ശ്രീ ജെയിംസ് ജോസ്, ശ്രീ കെ വർഗീസ്, ശ്രീ മാർട്ടിൻ പാട്രിക് ചർച്ചയിൽ പങ്കെടുത്തതിന്.